ഹസ്ബൻഡ് എന്നെ വിടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിരുന്നു. പിന്നെ കാണാണ്ടായപ്പോഴോ ഇത്രയും നേരമായിട്ട് കാണാണ്ടായപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാണ്ട് ഞാനിങ്ങനെ കിടന്ന് പെടയാണ്. ആരുമില്ല, വളരെ ബുദ്ധിമുട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോള് ഉറങ്ങിക്കിടന്ന മോള് ഒച്ച കേട്ടിട്ട്, ശ്വാസം എടുക്കുന്ന ഒച്ച കേട്ടിട്ട് അവൾ എണീറ്റ് വന്ന് അപ്പോഴേക്കും ഹസ്ബൻഡും അകത്ത് വന്ന് രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, മോളെ വണ്ടിയെടുക്കെന്ന് പറയുന്നുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, എനിക്ക് ശ്വാസം കിട്ടണില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കറിയാം വണ്ടി എടുത്താലും ഞാൻ അവിടെ എത്താൻ പോണില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ മരണം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെയധികം വിഷമിച്ച് പോയി. എനിക്ക് ഒട്ടും ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ എനിക്ക് പറയാൻ പറ്റി, അമ്മയുടെ തൈലം എനിക്ക് പറയാൻ പറ്റി. അപ്പോഴേക്കും ഹസ്ബൻഡ് വേഗം തന്നെ തൈലം എടുത്തിട്ട് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇട്ടോണം. എനിക്കറിയില്ല എങ്ങനെയാണ് ആ ശ്വാസം എനിക്ക് ശരിയായതെന്ന് എനിക്കറിയാൻ പറ്റണില്ല. അപ്പോഴേക്കും ഞാൻ അതുവരെ ഓർത്ത് ഞാൻ മരണം ഉറപ്പിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും തൈലം പുരട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ പഴയ അവസ്ഥ എനിക്ക് തിരിച്ചു കിട്ടി. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ഉടമ്പടി തൈലത്തിൻ്റെ ആ മഹത്വമാണ്. ഈ ഉടമ്പടി വസ്തുക്കളുടെ പ്രത്യേകത അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇതെൻ്റെ അനിയത്തിയാണ്. ഈ അനിയത്തിക്ക് 2024 ഫെബ്രുവരി 3 ശനിയാഴ്ച ഉച്ച സമയത്ത് ഒരു 12 മണി സമയത്ത് അനിയത്തി ഇങ്ങനെ 2 വീലറിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വീലറിന് പോകുമ്പോൾ മൂത്തകുന്നത്തുനിന്ന് പറവൂർക്ക് പോകുമ്പോൾ ഒരു കണ്ടെയ്നർ ലോറി പുറകിൽ വന്ന് ഇടിച്ച് അവൾ വീണ്. ഹെൽമറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ചിട്ട് ലോറി സ്പീഡിൽ പോയി നിർത്താതെ പിന്നെ ഇവള് ആകെ ചോരയിൽ ഇങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആളുകൾ പലത് കണ്ടെങ്കിലും പക്ഷെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞ് കിടക്കുകയാണ്, മരിച്ചു പോയി, അതുകൊണ്ട് ഇനി അടുത്ത് രണ്ടാമെന്ന് വിചാരിച്ചിട്ട് ആരും കണ്ടിട്ട് നോക്കാതെ ഒരു 15 മിനിറ്റോളം അവൾ ആ റോട്ടിൽ കിടന്നു, ചോരയിൽ കുളിച്ചിട്ട് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പോലീസുകാരൻ സ്വന്തം വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. ആ പോലീസുകാരനാണ് എൻ്റെ അനിയത്തിയെ എടുത്തിട്ട് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ നിന്ന് ഹെൽമറ്റ്, അതൊരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു, ഹെൽമറ്റ് ഉരിയപ്പോഴേക്കും ചോര ഇങ്ങനെ ചാടാൻ തുടങ്ങിയപ്പോഴും അവർ വേഗം തന്നെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ സ്കാൻ ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിലോട്ട്, അതായത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. അപ്പോൾ കണ്ടവരെല്ലാം മരിച്ചു കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ ആ സമയത്ത് ഇവളെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ആംബുലൻസിൽ കയറ്റണ സമയത്ത് വീണ്ടും ചോര ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലഡിങ് ഇങ്ങനെ നന്നായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് തന്നെ ഇറക്കി. അടുത്ത തൃശ്ശൂർ ഭാഗത്തുനിന്ന് ICU ഉള്ള ആംബുലൻസ് വന്നതിന് ശേഷം മെഡിക്കൽ ടെസ്റ്റിലോട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുമ്പോഴേക്കും ഒരു 4:45 മണിയായി. അപ്പോൾ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. ഇത് കേട്ട ഉടനെ എറണാകുളം ഹോസ്പിറ്റലിലോട്ട് എത്തിയെങ്കിലും ഇവളെയും കൊണ്ടുവരുന്ന ആംബുലൻസ് വരാൻ ഒത്തിരി ലേറ്റായി. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ആക്സിഡൻ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് ഇത്ര സീരിയസ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരുവിധം ആളുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു എന്താണെന്നാവോ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞെങ്കിലും ആളുകളെയൊക്കെ കണ്ടപ്പോൾ വളരെയധികം പേടിച്ചു പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 4:45 മണി, 12 മണിക്കാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. 4:45 ആ ആംബുലൻസ് അവിടെ എത്തുമ്പോൾ ആംബുലൻസ് എത്തി അവിടെ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് കണ്ടായിരുന്നു. അനിയത്തിനെ ഇറക്കുന്ന സമയത്ത് കണ്ടു ആകെ ചോരയിലൊക്കെ കുളിച്ചിട്ടാണ് എൻ്റെ അനിയത്തിയുടെ മോളും പിന്നെ എൻ്റെ മൂത്ത ചേച്ചിയും പിന്നെ ആംബുലൻസിലൊരു നേഴ്സും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ കാഷ്വാലിറ്റിയിലോട്ട് കയറ്റി. പിന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ അതിനുള്ളിൽ തന്നെ ഇവർ MRI സ്കാൻ ചെയ്യാനായിട്ട് വേഗം തന്നെ അവിടേക്കും ഇവിടേക്കൊക്കെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഓടിക്കുന്നത് കണ്ടു. അപ്പോൾ ആദ്യത്തെ MRI സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞത് നന്നായിട്ട് നല്ല ഇഞ്ചുറിയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും പറയാറായിട്ടില്ല, എന്തായാലും തലയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അതിനെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഹോസ്പിറ്റലുണ്ട്. പിന്നെ വൈകുന്നേരമായി. അത് കഴിഞ്ഞ്
NRE തലയ്ക്കായതുകൊണ്ട് ന്യൂറോൻ്റെ ICUവിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ വീണ്ടും ഡോക്ടർ വിളിച്ച് പറഞ്ഞ് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നമുക്കൊന്നും പറയാറായിട്ടില്ല. എന്തായാലും ചെവി രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്, അതുകൊണ്ട് ചെവിക്കും പ്ലാസ്റ്റിക് സർജറി വേണം. എന്നാൽ എല്ലാം കൂടി ഒപ്പം ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനുമാണ്. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും ഒരു MRI സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് വീണ്ടും തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണത്. അപ്പോൾ ഈ MRI സ്കാൻ ചെയ്യാൻ നേരത്ത് ന്യൂറോൻ്റെ കാഷ്വാലിറ്റിയിൽ നിന്ന് താഴത്ത് പോകാൻ നേരത്ത് ആംബുലൻസ് ലിഫ്റ്റിൽ കയറാൻ നേരത്ത് അവർ പറഞ്ഞ് പൈസ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരാൾ കൂടെ വരണം എന്ന് പറഞ്ഞു. ആ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാനും അനീത്തിയുടെ മോളും കൂടി ഓടി വന്ന് അതിനകത്ത് കയറി. അപ്പം ഞാൻ ഉടമ്പടി തൈലം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇവളുടെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉടമ്പടി തൈലം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തൈലം ഞാൻ ഒരു കണക്കിൽ ഇവളുടെ പുതപ്പ് പൊക്കിയിട്ട് ആ കാലിൻ്റെ പാദത്തിൽ ഞാൻ പരട്ടിയിരുന്നു. അപ്പോൾ അത് പരട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എന്തായാലും അപ്പോഴൊന്നും പറയാറായിട്ടില്ല, ഒരു മിണ്ടാട്ടുമില്ല, കണ്ണടച്ച് ബോധമില്ലാണ്ട് കിടക്കുകയാണെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഈ തൈലമാണ് പരട്ടിയതെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ അനിയത്തിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് ആ MRI സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞ് തലയ്ക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അതൊരു അന്നത്തെ തന്നെ അപ്പം തന്നെ അറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇവളെ ന്യൂറോൻ്റെ കാഷ്വാലിറ്റിയിൽ നിന്ന് 3-ാം ദിവസം പ്ലാസ്റ്റിക് സർജറിയും കഴിഞ്ഞിട്ട് 3-ാം ദിവസം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിലും ഒന്നും മിണ്ടാറൊന്നും ആയിട്ടില്ല, വർത്തമാനം പറയാറായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എങ്കിലും റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പക്ഷേ അത് കൊണ്ടുവന്നപ്പോൾ തലയിലൊക്കെ ഇങ്ങനെ ആ ദിവസത്തെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ചെവിയൊക്കെ വല്ലാണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കാണുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തലയിലൊക്കെ കെട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ മുറിവുണ്ടായിരുന്നു, കാലുമ്മൽ ഭയങ്കര വലിയൊരു മുറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഈ തൈലം ഒരു തുള്ളി തൈലമാണ് ഞാൻ എടുക്കണത്. അതിങ്ങനെ കുരിശ് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് തുടങ്ങിയിട്ട് പിന്നെ എത്രയും മാസങ്ങൾ വരെയും, അതായത് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. അന്ന് അവർ ഡോക്ടർ പറഞ്ഞ ഒരു മിനിമം 6 മാസം കഴിയാണ്ട്. അതുപോലെ കണ്ണ് ആദ്യമായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അതായത് ശരി, ആക്സിഡൻറ്റിന് മുമ്പ് 2 കണ്ണിനും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോഴും ഞാനും ആദ്യമായിട്ട് കണ്ണു തുറന്നപ്പോൾ ഞാനും അവളുടെ മോളുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരസ്പരം ഇങ്ങനെ മുഖത്ത് നോക്കി വളരെ വിഷമത്തോടു കൂടി ഒന്നും പറയുമ്പോൾ, കാരണം കോങ്കണ്ണ് പോലെയായി ശരിക്കും. കണ്ണ് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകുന്ന സ്ഥിതിയിലായിരുന്നു. അവളൊരു ടീച്ചറാണ്, സ്റ്റേറ്റ് സ്കൂളിലെ ടീച്ചറാണ്, അവൾ LP സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ അന്ന് തുടങ്ങിയെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങി ആ കണ്ണിൻ്റെ മേലിൽ ഞാൻ ആ തൈലം പുരട്ടുമായിരുന്നു. തലയിൽ ഈ കാലിൻ്റെ മുറിവ് ഉള്ള സ്ഥലത്ത് എല്ലായിടത്തും ഞാൻ ആ തൈലം ഒരു തുള്ളിയാണെങ്കിലും അത് ഞാൻ പുരട്ടുമായിരുന്നു. അന്ന് തുടങ്ങിയിട്ട് ഡോക്ടർമാർക്ക് വരെ അതിശയം വരുന്ന വിധത്തിലായിരുന്നു. അടിക്കടി അവളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. അതായത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവളെ ആംബുലൻസിൽ മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കണ്ടോരൊക്കെ പലരും ചോദിച്ചെന്ന് പറയണത് ബോഡി എപ്പോഴാണ് വീട്ടിലെത്തുക. അങ്ങനെയുള്ള ഒരാളാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരുവിധം പഴയ സ്ഥിതിയിലാകാൻ പറഞ്ഞു. ആർക്കും അത്ഭുതം തോന്നുന്ന വിധത്തിലായിരുന്നു അവളുടെ എല്ലാ വിധത്തിലുള്ള പ്രോഗ്രസ്സും, ആരോഗ്യത്തിലുള്ള പ്രോഗ്രസ്സ്. അത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം ഇതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നത് ഈ അമ്മയാണെന്ന് എനിക്ക് ശരിക്കും അറിയായിരുന്നു. അപ്പോൾ ഈ 2 വലിയ സാക്ഷ്യങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ വെച്ച 6 കാര്യങ്ങളിൽ 4 നിയോഗങ്ങളും എൻ്റെ കഴിഞ്ഞു. അതായത് 1-ാമത്തെ നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും വേണമെന്നായിരുന്നു. ആ ഒരു കാര്യം എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുമ്പോഴും ഒരു കോൺഫിഡൻസ്, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ചെയ്യാനുള്ളൊരു കഴിവ്, അതെല്ലാം എനിക്ക് അമ്മ തന്നു. 2-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനിയത്തിയുടെ മകളുടെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു. അനിയത്തിയുടെ മകൾക്ക് അനുയോജ്യമായ ഒരു വരനെ കിട്ടുക എന്നുള്ളത്, ഒരു കല്യാണം കാര്യം. അതും ഒരു നാട്ടിലിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഞാൻ ഈ ഉടമ്പടിയിൽ അതുപോലെ തന്നെയാണ് വെച്ചിരുന്നത്. അതും ഇവൾക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട്, ഇവളുടെ ഭർത്താവ് മരിച്ചതാണ് 2022 ഫെബ്രുവരി മാസത്തിൽ സൈലൻ്റ് അറ്റാക്ക് മൂലം മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ മോളിൽ കെട്ടുന്ന വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അടുത്തായാൽ മാത്രമേ പോയി നോക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് ഇടയിലാണ് ഈ ആക്സിഡൻറ്റും പറ്റിയത്. അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം
ഞങ്ങൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ അമ്മ അത് നടത്തി തന്നു. ഇപ്പോൾ കല്യാണം ഡിസംബർ 15-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു. മോളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ പഠനമായിരുന്നു. അതായത് ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ, ഉന്നത പഠനം, നല്ല മാർക്കോടുകൂടി അവൻ ഉന്നത പഠനം വേണമെന്നായിരുന്നു. അത് അവൻ MSc ഡാറ്റാ സയൻസ് VITയിൽ നിന്ന് 8.9 PIയിലോടുകൂടി നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടെ അവൻ പാസ്സായി വന്നപ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ രീതികളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. ഒരു ജോലി കിട്ടാനോ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എനിക്കങ്ങനെ പുറത്തു വിടാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇത്രയും നല്ല മാർക്കോടുകൂടി പഠിച്ച വിദ്യാഭ്യാസത്തിന് ഇവിടെ യാതൊരു വിലയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തു വിടാനായിട്ട് പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നും പറഞ്ഞ് പുള്ളി വളരെയധികം ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ കൺട്രീസൊന്നും ഞങ്ങൾക്ക് പറ്റണില്ല, കാരണം കാനഡയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പം നമുക്ക് ഒരു സേഫായിട്ടുള്ളൊരു കൺട്രി ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയോട്ട് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. എല്ലാവിധ കാര്യങ്ങളും സാറ്റിസ്ഫൈ ആയി. പക്ഷേ അവസാനം ആദ്യം ഇങ്ങനെ തുടങ്ങണ നേരത്തെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു PG കഴിഞ്ഞാൽ അടുത്ത PG ചെയ്യുന്നതിന് മുമ്പ് 2 കൊല്ലം ഗ്യാപ്പ് വേണം പോകുന്നതിന്. പക്ഷേ ഇവൻ ഒരു PG കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്തത്. അതിനിടയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലൊക്കെ അവൻ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ബാക്കി എല്ലാ വിധത്തിലുള്ള കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയി. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തൊരു അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് അമ്മ, അതായത് ജൂലൈ ഇൻടേക്കായിരുന്നു. ജൂലൈ 29-ന് തുടങ്ങുന്ന ക്ലാസ്സിന് ജൂലൈ 17 വരെ ഞങ്ങൾക്ക് വിസ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറയാൻ തുടങ്ങി ഇനിയിപ്പോൾ രക്ഷയില്ല, അടുത്ത ഇൻടേക്കിന് നോക്കേണ്ടി വരും, കുറേ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കണം. അപ്പോഴും എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഹസ്ബൻഡിന് വിശ്വാസം പോരാ, പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മയുടെ അടുത്തത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അത് നടത്തിയിരിക്കും. അതെന്തായാലും അമ്മയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ജൂലൈ 29-ന് തുടങ്ങുന്ന ക്ലാസ്സിന് 26, 27 ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളായിരുന്നു. 17 വരെ നമുക്ക് വിസ വന്നിട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം 18-ാം തീയതി ഞങ്ങൾക്ക് വിസ കിട്ടി. ഒരാളോട് പോലും പറയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ആളുകൾ വരെ അതിശയിച്ചു പോയി. കാരണം ഇവർക്ക് അറിഞ്ഞിട്ട് ഇവർ പറയാതെ ഇരിക്കുന്നത് വരെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ വിസ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയായി. അവൻ പോയി ജൂലൈ 24-ാം തീയതി പോയി. 29-ാം തീയതി ക്ലാസ് തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് സെം കഴിയാൻ പോകുന്നു. ഈ ഒക്ടോബർ അവസാനം അവൻ്റെ ഫസ്റ്റ് സെം കഴിയുന്നതായിരിക്കും. ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. പിന്നെ അതുകൂടാണ്ട് 4ാമത്തെ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, ഞാൻ 2011 തുടങ്ങിയ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒത്തിരി പ്രാവശ്യം എനിക്ക് ഡിപ്രഷൻ, വളരെ ബുദ്ധിമുട്ട് രീതിയിൽ ഡിപ്രഷൻ വന്നിട്ടുണ്ട്. അതായത് പല പ്രാവശ്യം എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ആ ഡിപ്രഷൻ സ്റ്റേജിൽ ഒരാളോട് മിണ്ടാൻ പറ്റൂല. ഡ്യൂട്ടി ഒരു 1.5 മാസം കണ്ടിന്യൂസ് ലീവ്. നമുക്കറിയാം, ഒരു ദിവസം തന്നെ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പണിയുടെ ആ ഒരു ഭാരം ഭയങ്കരമായിരിക്കും. പക്ഷേ ഇത് ഞാൻ 1.5 മാസമൊക്കെ ഡ്യൂട്ടിക്ക് പോവാതിരുന്ന ഡിപ്രഷൻ ഒരുവിധം കുറയുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പിള്ളേരോടാണ് നമ്മൾ പെരുമാറാനുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പിള്ളേരുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും നമുക്ക് പ്രശ്നം. അങ്ങനെ ഒത്തിരി ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഡിപ്രഷൻ വന്ന് സ്ട്രോങ് മെഡിസിൻസ് കഴിച്ച് പല സൈഡ് എഫക്റ്റുകൾ വന്ന്. പക്ഷേ ഈ 2022 ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ ഡിപ്രഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതും എനിക്ക് മാതാവ് പരിപൂർണമായിട്ട് എനിക്ക് സൗഖ്യം തന്ന് ഇപ്പോൾ ഏറ്റവും ലോ ആയിട്ട്, ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മെഡിസിൻ ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് വളരെ ഏറ്റവും ലോ ആയിട്ടുള്ളൊരു മെഡിസിൻ തന്നേക്കാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൂർണ്ണമായി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും വലിയ അനുഭവങ്ങൾ തന്ന എൻ്റെ ജീവിതം, ഇവളുടെ ജീവിതം, ഈ 2 ജീവിതങ്ങൾ, ഇതിലും വലുത് വേറെ എന്ത് സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത്? ആ ഒരു ഉടമ്പടി തൈലമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും കാണുമ്പോൾ ആ ഒരു ചെറിയ കുപ്പിയുടെ വലിപ്പമല്ല ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും വലിയ ഉപകാരങ്ങൾ ചെയ്ത അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഒത്തിരി ചെറിയ അനുഭവങ്ങളുണ്ട്, പക്ഷേ ഇവിടെ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. രമാദേവി എന്ന ഈ സഹോദരിയും അനുജത്തിയും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ, അത്ഭുതകരമായ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹോദരിയുടെ അപകടത്തിൽ ഉണ്ടായ ഗുരുതരമായ മരണ വക്കുവരെയെത്തിയ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, അതിൽ നിന്ന് അത്ഭുതകരമായി ഓപ്പറേഷൻ പോലും ഇല്ലാതെ തിരികെ കരകയറി വന്ന് ജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്ന സാക്ഷ്യമാണ്. അമ്മ അവിടെ സാക്ഷികൂടാരത്തിൽ പങ്കുവെക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ 2 ആശുപത്രികളിൽ തോപ്പുമുടിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ഓരോരുത്തരും തലയിൽ നിന്ന് രക്തം ഇങ്ങനെ ചീറ്റുന്നത് കണ്ട് പറ്റില്ല, എത്രയും വേഗം അടുത്തതിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ അടുത്ത് മരണമെത്തിയെന്ന നിലയിലാണ് അവസാനത്തെ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. എങ്കിലും അമ്മയുടെ വലിയ വിശ്വാസം ആ ഉടമ്പടി തൈലം കൊണ്ട് കാൽപാദത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് അമ്മ മാതാവ് എത്തി ഇത്ര ഗുരുതരമായ അവസ്ഥയിലും സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഒരമ്മ കൂടെയുണ്ട്. അത് അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് സൗഖ്യം നേടിത്തരുമെന്ന നല്ല വിശ്വാസമാണ് ആ മരണത്തിൻ്റെ വക്കിലുള്ള സഹോദരിയെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കാരണമായതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും കോങ്കണ്ണ് പോലെ പുറത്തേക്ക് തള്ളി വല്ലാതിരിക്കുകയും എല്ലാവരും അതിനെ ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അമ്മ അന്നു മുതൽ വിശുദ്ധ തൈലം പൂശിക്കൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലാകുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചതിനെയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകൻ്റെ ഒരു വിദേശത്തേക്കുള്ള പഠനവും യാത്രയും അത് എത്ര അത്ഭുതകരമായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്ന തടസ്സങ്ങളുള്ളപ്പോഴും പരിശുദ്ധമയിൽ ആശ്രയിച്ച് നിയോഗം സമർപ്പിക്കുമ്പോൾ സമയം ചുരുക്കിയും പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ടും മകന് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം സഹോദരിയുടെ സ്വന്തം ജീവിതത്തിൽ ഡിപ്രഷന് വളരെ ഗുരുതരമായ രീതിയിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സഹോദരി ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇതിനെയൊക്കെയും അതിജീവിക്കുവാനും ഉൾക്കൊള്ളുവാനും മരുന്ന് അധികമൊന്നുമില്ലാതെ സാധാരണഗതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നുവെന്ന ഓരോ സാക്ഷ്യവും അതിൽ തന്നെ വ്യത്യസ്തമാണ്, അതിൽ തന്നെ ഗൗരവമുള്ളതും അതിൽ തന്നെ ദൈവിക ഇടപെടലുകൾ കൊണ്ട് അത് അനുഗ്രഹം ലഭിച്ചുവെന്ന് സ്ഥാപിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് ഉടമ്പടി തൈലത്തിൻ്റെ നിരന്തരമായ ഉപയോഗം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ സഹോദരിയും കുടുംബവും അത് ഉപയോഗിച്ചതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, വലിയ ഭാരങ്ങളെ എത്ര നിസ്സാരമായി ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ മാറ്റുന്നുവെന്ന് ഈ വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്ര വലിയ രോഗത്തെയും മരണത്തോളം എത്തുന്ന ജീവിതത്തെയും അതിൽ നിന്ന് ജീവനിലേക്ക് തിരികെ പിടിക്കുവാൻ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്തിന് സാധിക്കുമെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ച് ഈ സാക്ഷ്യം